ഓക്കെ. സോ മക്കളെ, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ബോഡി സർക്കുലേഷൻസ് നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഇതിൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോണത്. നെർവസ് സിസ്റ്റം. നിങ്ങൾ മുന്നേ ഈ പേര് കേട്ടിട്ടുണ്ടോ? എന്താണ് നെർവസ് സിസ്റ്റം എന്ന്? സന, കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ. എന്താ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞരമ്പ്. ആ, ഓക്കെ. ഞരമ്പുകൾ അല്ലേ? നാഡികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നാഡീ വ്യവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റിൻഷിത കേട്ടിട്ടുണ്ടോ? എന്താണ് നെർവസ് സിസ്റ്റം എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആർക്കും പുതിയതായിട്ടുള്ള ഒരു വാക്കല്ലേ അല്ലെ നെർവസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല്? നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു വാക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നെർവസ് സിസ്റ്റം. നമുക്ക് ഇന്ന് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ. മക്കൾ മനസ്സിലാക്കുക, നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു സിസ്റ്റമാണ്. ഓക്കെ. നമ്മുടെ തലച്ചോറില്ലേ, ഈ തലച്ചോറാണല്ലോ മാസ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണ് അല്ലേ? ഈ തലച്ചോറുണ്ടാക്കിയ കോശങ്ങളാണ്, സെൽസുകളാണ് ന്യൂറോൺസ്. കണ്ട, മിസ് ഇവിടെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഇത് ന്യൂറോൺസ് ആണ്, ഇതും ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസ് എന്നുള്ള സെൽസുകൾ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ബ്രെയിൻ. ഒരുപാട് ന്യൂറോൺസുകൾ ചേർന്നിട്ടാണ്, ഒരുപാട് നാഡികൾ ചേർന്നിട്ടാണ് ബ്രെയിൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. സോ ഈ ബ്രെയിനിന്റെ അകത്താണ് സകലമാനം കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പെട്ടെന്ന് എനിക്ക് എന്റെ കൈ ഒന്ന് ഉയർത്തണം എങ്കിൽ എവിടുന്നാണ് ഈ മെസ്സേജ് വരുന്നത്? ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിന് എന്റെ കൈക്ക് ഇൻഫോർമേഷൻ കൊടുക്കും, ഒന്ന് കൈ ഉയർത്തണം. അപ്പൊ ബ്രെയിൻ ആണ് സിഗ്നൽ കൊടുക്കുന്നത്. ഓക്കെ. എനിക്കൊന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ എന്റെ കാലിലോട്ട് സിഗ്നൽസ് കൊടുക്കുന്നത് ബ്രെയിൻ ആണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമ്പോ എന്താണ്? ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കൈ കൊണ്ടാണ് അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ തലച്ചോറാണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ കംപ്ലീറ്റ് പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നൊക്കെ പറയും അല്ലെ? ബ്രെയിൻ ഡെത്ത് ആയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ശരീരം പിന്നെ അനങ്ങില്ല. കാരണം ബ്രെയിന് ചത്തുപോയി കഴിഞ്ഞാൽ ശരീരം അനങ്ങില്ല. ഹൃദയമിടിപ്പ് ഉണ്ടാവും, ഹൃദയത്തിന് ഒറ്റക്ക് മിടിക്കാനുള്ള ഒരു പവർ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ബാക്കി ഒരു അവയവവും വർക്കാവുന്നില്ല പ്രോപ്പറായിട്ട്. കാരണം ഈ ബ്രെയിനിൽ നിന്നാണ് കംപ്ലീറ്റ് മെസ്സേജുകളും ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട്ടും എത്തുന്നത്. ശരീരത്തിന്റെ എല്ലാ പ്രവൃത്തികളും കൺട്രോൾ ചെയ്യുന്ന അവയവമാണ് ബ്രെയിൻ. ഈ ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ന്യൂറോൺസുകൾ കൊണ്ടാണ്. കണ്ട, ഇതാണ് ന്യൂറോൺസുകൾ. അപ്പൊ നമ്മുടെ ശരീരം ഒരുപാട് ടൈപ്പ് ഓഫ് സെൽസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സെൽസുകളും സെയിം അല്ല. ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസുകളാണ് ന്യൂറോൺസ്. അപ്പൊ നമുക്ക് എന്താണ് ന്യൂറോൺസ് എന്ന് പഠിക്കാം. ഓക്കെ. അങ്ങനെ ഒരുപാട് ന്യൂറോൺസുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബ്രെയിനിനോടനുബന്ധമായിട്ടുള്ള കുറച്ച് അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ ആ പേര് പറഞ്ഞിട്ട് സർപ്രൈസ് കളയുന്നില്ല. ഓക്കെ. നമുക്ക് കേൾക്കാം. നമുക്ക് വഴിയെ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ പഠിക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് ക്ലാസ് അല്ലേ? നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ പോവാം. ഓക്കെ. ഫസ്റ്റ് ഇതാണ് ഇതാണ് നമ്മുടെ ഒരു നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ട, നമ്മുടെ തലച്ചോറ് അല്ലേ? തലച്ചോറാണ് എല്ലാ മെസ്സേജുകളും തുടങ്ങുന്നത്. ഈ മെസ്സേജുകൾ കംപ്ലീറ്റ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും കണക്ഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീട് പണിയാണെങ്കിൽ നമ്മൾ വയറിങ് ചെയ്യും അല്ലേ? എല്ലായിടത്തേക്കും ഇലക്ട്രിസിറ്റി എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വയറിങ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ന്യൂറോൺസുകൾ. ഇത് നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ന്യൂറോൺസ് ഇല്ലാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടാ നോക്കിയേ? ഈ തലയിൽ നിന്ന് ന്യൂറോൺസുകൾ നോക്കിയ നട്ടെല്ല് വഴി താഴോട്ട് വന്ന് കാലിലോട്ട് പോകുന്നു, പിന്നെ കൈയിന്റെ മുകളിലോട്ട് പോകുന്നു, വാരിയെല്ലിന്റെ ഭാഗങ്ങളിലൊക്കെ കാണുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ന്യൂറോൺസുകൾ ഇങ്ങനെ കിടക്കുക, ഒരു വയറ് പോലെ.
എന്തിനാ ഈ വയറുള്ളത്, ഈ വയറിംഗ് ഉള്ളത്? കാരണം എന്താ? മെസ്സേജുകൾ പാസ് ചെയ്യണം. ബ്രെയിൻ ആണ് മെസ്സേജുകൾ ആർക്ക് കൊടുക്കുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും കൊടുക്കുന്നത്. ഓക്കെ. സോ ഈ വയർ അല്ലെങ്കിൽ ഈ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നിങ്ങൾ ഈ സാധനത്തിന് മുന്നേ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഈ ഈ ഒരു സ്ക്രീനിൽ കണ്ട സാധനം? ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? ആഹാ. ഇയാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആള്, ന്യൂറോൺസ് എന്ന് പറയും. ഓക്കെ. അപ്പോ ഈ നമ്മുടെ തലച്ചോറിന്റെ അകത്ത് തലച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂറോൺസ് കൊണ്ടാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോൺസുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പുകളും, നമ്മൾ ഞരമ്പ് എന്നാ പറയുക, നാഡികളൊക്കെ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂറോൺസ് കൊണ്ടാണ്. കണ്ട, എന്തൊരു നീളാണല്ലോ ഇതിന്! ഭയങ്കര നീളമുള്ള കോശമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം എന്താണ്? ന്യൂറോൺസ് ആണ്. ഓക്കെ. ന്യൂറോൺസുകളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെൽ. അപ്പോ നമുക്ക് എന്തെഴുതാം? ന്യൂറോൺസ് ആർ ദ ലോങ്സ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. ലോങ്സ്റ്റ് സെൽ. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസുകളാണ്. എന്തൊരു വലുപ്പമല്ലേ ന്യൂറോൺസിനെ കാണാന്! ഓക്കെ. ഈ ന്യൂറോൺസിന്റെ മറ്റൊരു പദമാണ് നെർവ് സെൽ, നാഡീകോശം എന്ന് പറയും. നെർവ് സെൽ, നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ, രണ്ടും ഒരാളുടെ പേരന്നെ. ന്യൂറോൺ എന്ന് പറഞ്ഞാലും നെർവ് സെൽ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിന്റെ പേരെന്താ? നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ. സിമ്പിൾ അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ ഏതാ? ന്യൂറോൺസ്. ഓക്കെ. അപ്പോ ഇതാണ് ന്യൂറോൺ. ചിലപ്പോൾ എക്സാമിന് ന്യൂറോണിന്റെ പിക്ചർ തരും. പിക്ചർ തന്നിട്ട് നമ്മളോട് ഇതിന്റെ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ പറയും. ചിലപ്പോൾ എന്താ പറയുക? ന്യൂറോൺസിന്റെ സ്ട്രക്ചർ വരക്കാൻ നമ്മളോട് പറയും. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴും ഇപ്പൊ +2 ലെവൽ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ന്യൂറോൺസിന്റെ പിക്ചർ വരച്ചിട്ട് ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. ഓക്കെ. നിങ്ങൾക്ക് സെൽ എന്താണെന്നറിയോ? സെൽ എന്താണെന്നറിയില്ലേ മക്കളെ? നമ്മൾ സെൽ എന്താന്ന് പഠിച്ചിട്ടില്ലേ? ഹലോ, സെൽ എന്താന്ന് പഠിച്ചിട്ടില്ലേ? ഹലോ. ഓക്കെ. അപ്പോ നമ്മൾ നമ്മൾ പഠിച്ച ഒരു സെല്ലാണ്. ഇല്ല, നമുക്ക് എന്താ സെല്ല് എന്നറിയാം അല്ലെ? നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോടാനുകോടി സെൽസുകൾ കൊണ്ടാണ്. പല ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ട് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ബ്ലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലഡ് സെൽസ് കൊണ്ടാണ്. ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് നെർവ് സെല്ല് കൊണ്ടാണ്. ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡിയാക് സെൽസുകൾ കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെൽസുകളുണ്ട്, പല ടൈപ്പ് സെൽസുകളുണ്ട്. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് ആണ് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽ. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോ ഒരു ന്യൂറോണിന് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗത്തിന്റെ പേരാണ് സെൽ ബോഡി. നിങ്ങൾ കണ്ട, ഇത് ന്യൂക്ലിയസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ഒരു സെല്ലിന് മർമ്മം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ന്യൂക്ലിയസ് ഇരിക്കുന്ന ഈ ഭാഗമില്ലേ, ഇതിന്റെ ഈ ചുറ്റുള്ള ഈ ഭാഗം, അതിനെയാണ് ന്യൂക്ലിയസ് ഇരിക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സെൽ ബോഡി. മീൻസ് അതിന്റെ ഒടല് എന്ന് പറയും. നമ്മുടെ ന്യൂറോണിന്റെ മെയിൻ ശരീരഭാഗമാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയുടെ മറ്റൊരു പദമാണ് സൈറ്റോൺ. ഓക്കെ. സൈറ്റോൺ എന്ന് പറയാം. സെൽ ബോഡി ഓർ സൈറ്റോൺ. ഒന്ന് പഠിച്ചില്ലേ? ഒരു ശരീരഭാഗം പഠിച്ചില്ലേ? ഇനി അടുത്തത് നോക്കാം. കണ്ട, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ? ഈ സൈറ്റോണിൽ നിന്നൊരു ബ്രാഞ്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇതാ എല്ലായിടത്തേക്കും കുറെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മരത്തിന്റെ ചില്ലകളൊക്കെ പോലെ അല്ലേ? ആദ്യം ഒരു മെയിൻ തടി ഉണ്ടാവും, ആ തടിയിൽ നിന്ന് പിന്നെ കുറെ ചില്ലകൾ ഇങ്ങനെ വരും അല്ലെ? അതേപോലെ ആ വരുന്ന മെയിൻ തടിയില്ലേ, ആ മെയിൻ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ.
നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? കേട്ടിട്ട് വല്ല പരിചയമുണ്ടോ മക്കളെ? കേട്ട് പരിചയമുണ്ടോ ഈ വാക്കുകളൊക്കെ? സെൽ ബോഡി പത്തില് കേട്ടിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടാവും. ആ ഡെൻ വെരി ആ സെൽ ബോഡി പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഡെൻഡ്രോൺ കേട്ടിട്ടുണ്ടോ? ഡെൻഡ്രോൺ. കേട്ടിട്ടില്ല. ആ ഓക്കെ, ഇപ്പൊ കേട്ടോട്ടെ. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ ഡെൻഡ്രോൺ എന്ന്? ഇത് ഡെൻഡ്രോൺ ആണ്, ഇത് ഡെൻഡ്രോൺ, ഇത് ഡെൻഡ്രോൺ, ഇതൊക്കെ ഡെൻഡ്രോൺസാ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആക്സോണിന്റെ ഒരു നീളം കൂടിയ ഒരു ഭാഗമുണ്ട്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സോൺ അല്ല, ന്യൂറോന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗത്തിന് പറയുന്ന പേരാണ് ആക്സോൺ. ആക്സോൺ. ദ ലാർജസ്റ്റ് ഫിലമെന്റ് ഇൻ എ ന്യൂറോൺ ഈസ് കോൾഡ് ആക്സോൺ. കണ്ട, നീളം കൂടിയ ഭാഗം. ഈ ന്യൂറോൺസിന് ഇത്രയും നീളം കൂട്ടാൻ കാരണം നമ്മുടെ ആക്സോണാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഒരു ന്യൂറോണിന് 3 പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് പറയും, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. രണ്ടാമത്തെ മെയിൻ ഭാഗമാണ് ഡെൻഡ്രോൺ. മൂന്നാമത്തെ മെയിൻ ഭാഗമാണ് ആക്സോൺ. ഏറ്റവും നീളം കൂടിയ ന്യൂറോണിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആക്സോൺ ആണ്. ആക്സോൺ. ക്ലിയർ ആയോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ചില ഭാഗങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം. ആദ്യം നമുക്ക് സെൽ ബോഡിയുടെ കുറച്ച് വിശദാംശങ്ങൾ നോക്കാം. ഓക്കെ, സോ ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ എന്താണ് ഏറ്റവും അടിസ്ഥാന ഘടകമാണ് എന്ത്? ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂറോൺസുകൾ ചേർന്നിട്ടാണ് നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ നെർവസ് സിസ്റ്റത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസാ. ന്യൂറോൺസിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: സെൽ ബോഡി, ഡെൻഡ്രോൺ, ആക്സോൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെൽ ബോഡിയിലോട്ട് വരാം. സെൽ ബോഡി. ഇപ്പൊ സെൽ ബോഡി കണ്ട, ഇത് ഈ ന്യൂറോൺ, ഈ നേരത്തെ കാണിച്ച ന്യൂറോൺ തന്നെയാണ് കേട്ടോ ഈ ന്യൂറോണും. രണ്ടും സെയിം തന്നെയാണ്. ഇത് തല കുത്തി നിർത്തിയതേ ഉള്ളൂ. ഓക്കെ, സെൽ ബോഡി കണ്ട, നിങ്ങൾ കണ്ട, ഇത് ന്യൂക്ലിയസാ. മിസ് നേരത്തെ കാണിച്ചില്ലേ, ഇത് ന്യൂക്ലിയസാ. ഈ ന്യൂക്ലിയസിന്റെ ഈ ചുറ്റുള്ള ഈ സ്പേസിനെയാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ സെൽ ബോഡിയിൽ എന്തുണ്ട്? ഈ ഒരു സ്പേസില്ലേ, ഈ ഒരു ഭാഗം, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഈ ശരിക്കും പറഞ്ഞ സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലഭാഗത്തിന് മൊത്തം നമുക്ക് സെൽ ബോഡി എന്ന് പറയാം. ഓക്കെ, അതിനകത്തുള്ള ഈ ഒരു സ്പേസിന് വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് ഒരുപാട് ഓർഗനൽസുകൾ ഉണ്ട്. മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. മീൻസ് ഓർഗനൽസുകളുണ്ട്, കമ്പാർട്ട്മെന്റ്സുകളുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ പുതിയതായിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണാം. ഒരു റെഡ് ഡോട്ട് ആയിട്ട് കുറേ കുത്ത് പോലത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനില്ലേ? ഈ കുത്ത് അല്ലെങ്കിൽ ഈ ഡോട്ടുകൾക്ക് പറയുന്ന പേരാണ് നിസ്സിൽസ് ഗ്രാന്യൂൾസ്. അപ്പോ ഈ സെൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിന്റെ തലഭാഗത്ത് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സൈറ്റോപ്ലാസം, രണ്ടാമത്തത് സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഓരോരോ കമ്പാർട്ട്മെന്റ്സുകൾ. പിന്നെ നിസ്സിൽ ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ കുറേ ഡോട്ടുകൾ പോലെ കുറേ കാണുന്നില്ല ഈ സാധനങ്ങൾ. ഈ ഗ്രാനുലാർ ബോഡീസിന് പറയുന്ന പേരാണ് നിസ്സിൽസ് ഗ്രാന്യൂൾസ്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് ഡെൻഡ്രോൺ. കണ്ട, ഇതാണ് ഡെൻഡ്രോൺ. ഈ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രോൺ. ആദ്യത്തെ ഈ ബ്രാഞ്ചുകളെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്, അല്ലേ? ഇത് ഷോർട്ടാണ് അല്ലേ? ഡെൻഡ്രോൺ പറയുമ്പോൾ ഭയങ്കര ഷോർട്ട് ഫൈബർ ആണ്. ഈ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഷോർട്ട് ഫൈബേഴ്സുകളാണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോൺ വീണ്ടും ബ്രാഞ്ചുകളായിട്ട് മാറും അല്ലേ? കുറെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡെൻഡ്രോൺസ് വീണ്ടും ബ്രാഞ്ചുകളായിട്ട് മാറുന്നുണ്ട് അല്ലേ? ഈ ബ്രാഞ്ചുകൾക്ക് വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. അപ്പൊ നമുക്ക് പറയാം,
ഡെൻഡ്രൈറ്റ്സ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസുകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. കണ്ട, ഇത് ഡെൻഡ്രോൺ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, ഇത് സെൽ ബോഡി, സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഷോർട്ട് ഫൈബർ നമ്മുടെ ഡെൻഡ്രോൺ, ഡെൻഡ്രോണിൽ നിന്ന് വരുന്ന സബ് ബ്രാഞ്ചസുകളെ നമുക്ക് ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, അതവിടെ കിടക്കട്ടെ. ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞേരേ. ഇനി അടുത്തത്, ഈ നീളം കൂടിയ മഞ്ഞ തിന്നായിട്ടുള്ള ഒരു ഫിലമെന്റ് നിങ്ങൾ കണ്ട, ഇതിന് വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോൺ ആക്സോണിനെ നമ്മൾ നെർവ് ഫൈബർ എന്നും വിളിക്കും. അത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ആക്സോൺ അറിഞ്ഞു വെച്ചാൽ മതി. ഈ നീളം കൂടിയ ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോൺ. ഓക്കെ, സോ ആക്സോൺ ഈസ് ദ ലോങ്സ്റ്റ് ഫിലമെന്റ്. ആക്സോൺ ഈസ് ദ ലോങ്സ്റ്റ് ഫിലമെന്റ്. അതവിടെ കിടക്കട്ടെ. ഈ ആക്സോൺ ഇങ്ങനെ പോയി 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 പോയിട്ട് അവസാനം ഒരു എൻഡിങ് ഉണ്ട്. കണ്ട, ആക്സോൺ അവസാനം എൻഡ് ചെയ്യുന്ന ഈ ഭാഗമില്ലേ, ഈ എൻഡുകള്, ഈ കുത്തുകള്, ഈ ഡോട്ട് 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 ആയിട്ടുള്ള ഈ വേരുകള്, ഇതിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇനി ഈ ആക്സോണിന്റെ അറ്റത്തിന് വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ്. കണ്ട, ഇതൊരു ആക്സോണൈറ്റ, ഇതൊരു ആക്സോണൈറ്റ, ഇതൊരു ആക്സോണൈറ്റ, ഇതൊരു ആക്സോണൈറ്റ, ഇതൊരു ആക്സോണൈറ്റ. ഈ ആക്സോണൈറ്റിന്റെ അറ്റത്തുള്ള ഈ നോബുകൾക്ക് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. കണ്ട, ഈ നോബിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഈ വടി പോലത്തെ ഈ സ്ട്രക്ചേഴ്സ് ഇല്ലേ, ഇതിന് വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. സോ ആക്സോണിന്റെ ബ്രാഞ്ചുകളാണ് ആക്സോണൈറ്റ്സ്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റ്സ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആക്സോണിന്റെ ബ്രാഞ്ചുകളെ നമ്മൾ എന്താ വിളിക്കുക? ആക്സോണൈറ്റ്. ഓക്കെ, the branching of axon is called axonite. Branching of axon is called axonite. Axonite. ഈ ഓരോ ആക്സോണൈറ്റും അവസാനിക്കുന്നത് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിലാണ്. ആ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? Yes. ഓക്കെ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഈ ആക്സോണിനെ കവർ, ഇതൊരു ആക്സോൺ ആണല്ലോ അല്ലെ? ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ട ഒരു കവറിങ് കാണാനുണ്ടാ? ഇവിടെ ഒരു കവറിങ്, ഇവിടെ ഒരു കവറിങ്, ഇവിടെ ഒരു കവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിനെ സെല്ലോ ടാപ്പ് ഇട്ട് ചുറ്റിയ പോലെ ഇത്. ഈ സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ ഈ ആക്സോണിനെ കവർ ചെയ്യുന്ന ഈ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ. ഓക്കെ, ആക്സോണിനെ കവർ ചെയ്യുന്ന ഈ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. ഷ്വാൻ സെൽ അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ. നോട്ട്സ് ഓഫ് റാൻവിയർ ചോദിക്കുമോ നിങ്ങളടുത്ത്? ഇല്ല, നോട്ട്സ് ഓഫ് റാൻവിയർ ചോദിക്കില്ല. അപ്പോ ഇതൊരു ചോദ്യമാണ് കേട്ടോ. ഡി വേണ്ട, ഇത് ABC നോക്കാം. ഇതിൽ A എന്താ? ചിലപ്പോൾ ചോദിക്കും. ഇങ്ങനത്തെ ഒരു ഡയഗ്രാം തരും, എന്നിട്ട് കുറേ നമുക്ക് ലാബിൽ ചെയ്യാൻ ചോദിക്കും. ലാബിൽ ചെയ്യാൻ ചോദിച്ചിട്ട് ABC അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കും ഇത് ഏതാണ്? A എന്താ? A ഡെൻഡ്രൈറ്റ്സ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? B എന്താ? ഒരുപാട് ഡോട്ടുകളല്ലേ? ഈ ഡോട്ടുകളെയാണ് നമ്മൾ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നീളം കൂടിയ ഈ ഭാഗമല്ലേ, ഇത് ലാർജസ്റ്റ് ഫിലമെന്റ് C, അതാണ് നമ്മുടെ ആക്സോൺ. അതാണ് നമ്മുടെ ആക്സോൺ. വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അറിഞ്ഞു വെച്ചോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട, ഇത് ആക്സോൺ. ഈ ആക്സോണിനെ കവർ ചെയ്യുന്ന സെൽസുകൾക്ക് പറയുന്ന പേരാണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ്. ഓക്കെ, ഈ ഷ്വാൻ സെൽസിന്റെ ഈ നോബ് ഇല്ലേ, മീൻസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഷ്വാൻ സെല്ല് തുടങ്ങാം. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, പിന്നെ അടുത്ത ഷ്വാൻ സെല്ല് ഇത് വരും, പിന്നെ അടുത്ത ഷ്വാൻ സെല്ല് വരും. അങ്ങനെ ഓരോ ഷ്വാൻ സെല്ലും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു എൻഡിന് പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവെയർ. നോഡ് ഓഫ് റാൻവെയർ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇവിടെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാ.
കേട്ടോ. എക്സാംസിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നോഡ് ഓഫ് ആൻവെയർ. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. ഈ ഒരു നോബിന് പറയുന്ന പേരാണ്. ഓരോ ഷ്വാൻസെൽസും അവസാനിക്കുന്ന, ഓരോ പുതിയ ഷ്വാൻസെൽസും തുടങ്ങുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവെയർ. നോഡ് ഓഫ് റാൻവെയർ. ഓക്കെ. അപ്പോ ഇവിടെ ഡി ഏതാന്ന് ചോദിച്ചു. ഡി ഇവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ. നോഡ് ഓഫ് റാൻവെയർ കണ്ട. നോഡ് ഓഫ് റാൻവെയർ ഇത് എന്താണ്? ആക്സോൺ ആണ്. ഈ മഞ്ഞ ഫിലമെന്റ് ആക്സോൺ ആണ്. ഇനിയിപ്പോ ഈ സെല്ല് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഷ്വാൻ സെല്ലാണ്. ഈ സെൻട്രലത്തെ ബ്ലൂ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിയസ് ആണ്. ഇത് നിസിൽസ് ഗ്രാനുൾസ്. ഇത് ഡെൻഡ്രൈറ്റ്സ് ആണ്. സപ്പോസ് ഈ ഒരു ബ്രാഞ്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ. ഈ ഭാഗം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം സിനാപ്റ്റിക് നോബ് ആണ്. സിനാപ്റ്റിക് നോബ്. ഓക്കെ. പല രീതിയിലും ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ആവില്ല ചോദിക്കുക. നിങ്ങളോട് പറയും ഡ്രോ എ നീറ്റ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് ആൻഡ് ലേബൽ ദ പാർട്സ് എന്നാവും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ന്യൂറോൺ വരച്ചിട്ട് ന്യൂറോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയും ഒരു 3 ഭാഗമെങ്കിലും മാർക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇഷ്ടപ്പെട്ട 3 ഭാഗങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. ചിലപ്പം 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ന്യൂറോൺസിനെ വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഓക്കെ. ചിലപ്പോൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കേ എന്താണ്, അങ്ങനത്തെ പല പല ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇനി അപ്പൊ മിസ് പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ബ്രെയിൻ, തലച്ചോറ്. ഈ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂറോൺസ്. ഇപ്പൊ നോക്കിയത് എങ്ങനെയാണെന്ന് അറിയോ? ന്യൂറോൺസ് എങ്ങനെയാണ് അറിയിരിക്കുന്നത്? തലച്ചോറിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ പല സ്ഥലത്തോട്ടും ന്യൂറോൺസ് എത്തുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇതിപ്പോ ഒരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ന്യൂറോണാണ്. ഇതൊരു ന്യൂറോണ്. നോക്കിയേ, ഇതിന്റെ ഡെൻഡ്രൈറ്റ്സ്, ഇതിന്റെ ഡെൻഡ്രോൺ, ഇതിന്റെ സെൽ ബോഡി, പിന്നെ ഇതിന്റെ ആക്സോൺ, ഇതിന്റെ ആക്സോണൈറ്റ്സ്, ഇതിന്റെ സിനാപ്റ്റിക് നോബ്. നോക്കിയേ, ഇതിപ്പോ 2 ന്യൂറോൺ. ഇതൊരു ന്യൂറോണ്, ഇതടുത്ത ന്യൂറോണ്. ഇനി അടുത്ത ന്യൂറോൺ ഇതിന്റെ പിന്നിലുണ്ടാവും. പിന്നെ അതിന്റെ അടുത്ത ന്യൂറോൺ അതിന്റെ പിന്നിലുണ്ടാവും. അങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ വരിയായിട്ടാ നിൽക്കുക. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു ക്യൂ നിൽക്കൂലേ? ക്യൂ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ന്യൂറോൺസ് ഇരിക്കുന്നത്. ആദ്യം ഒരു ന്യൂറോണ്, പിന്നെ അടുത്ത ന്യൂറോണ്, പിന്നെ അതിന്റെ അടുത്ത ന്യൂറോണ്, അങ്ങനെ ക്യൂ ആയിട്ടാ നിൽക്കുക. അപ്പൊ തലച്ചോറിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്, സിഗ്നൽസ് വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തൊരു പ്രവർത്തനം നടക്കണം എന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരുന്ന പോലെ, അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലോട്ട് മെസ്സേജ് എത്തിക്കഴിഞ്ഞാലേ ശരീരം പ്രവർത്തിക്കുള്ളൂ. ഈ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊണ്ടുവരുന്ന അവയവമാണ് തലച്ചോറ്, ബ്രെയിൻ. അപ്പൊ തലച്ചോറിൽ നിന്ന് ന്യൂറോൺസ് ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക. അപ്പൊ എന്റെ തലച്ചോറിൽ നിന്ന് കയ്യിലോട്ട് മെസ്സേജ് വരുന്നു. എനിക്ക് എന്റെ കൈ ഒന്ന് ഉയർത്തണം. അപ്പൊ എന്റെ തലച്ചോറിൽ നിന്ന് മെസ്സേജ് കയ്യിലോട്ട് ഇങ്ങനെ വരികയാണ്. എങ്ങനെ വരുന്നത്? ഈ ന്യൂറോൺസുകൾ തലച്ചോറിൽ നിന്ന് കൈ വരെ ക്യൂ ആയിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ ഇതൊരു ന്യൂറോണാ. ഈ ന്യൂറോണിന്റെ പിന്നിൽ അടുത്ത ന്യൂറോൺ. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഒരു ന്യൂറോണിന്റെ കാലും ഒരു ന്യൂറോണിന്റെ തലയും തമ്മിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇതൊരു ന്യൂറോണിന്റെ തല, ഇതൊരു ന്യൂറോണിന്റെ കാൽഭാഗം അല്ലേ? ഈ ന്യൂറോണിന്റെ കാലും അതേപോലെ അടുത്ത ന്യൂറോണിന്റെ തലയും തമ്മിലാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? എന്താണ് ഇവർ ശരിക്കും ചെയ്യുന്നത്? മെസ്സേജ് പാസ് ചെയ്യുക. ഇവരിങ്ങനെ കണക്റ്റഡാ. ന്യൂറോൺസുകൾ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുക. തലച്ചോറിൽ നിന്ന് ന്യൂറോൺസുകൾ കൈയിന്റെ മുകളിലോട്ടാണ് മെസ്സേജ് വരുന്നതെങ്കിൽ തലച്ചോറ് മുതൽ കൈ വരെ ന്യൂറോൺസുകൾ ലൈനായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഓരോ മെസ്സേജും ഓരോ ന്യൂറോൺസിൽ നിന്നും അടുത്ത ന്യൂറോൺസിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ. സോ ഈ ന്യൂറോണിന് മെസ്സേജ് കൊടുക്കും, ഈ ന്യൂറോണ് അടുത്ത ന്യൂറോണിന് മെസ്സേജ് കൊടുക്കും. അങ്ങനെ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മെസ്സേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർ കാണിക്കുന്നത് മെസ്സേജാണ്. ഓക്കെ. നിങ്ങൾക്കറിയോ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ നമ്മൾ എന്താ വിളിക്കുക? മക്കളെ, തലച്ചോറിൽ നിന്നും നമുക്ക് ഓരോ സിഗ്നൽസ് വരും. നമ്മുടെ ശരീരം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്ന് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ മെസ്സേജുകൾ നമ്മൾ എന്താ വിളിക്കുക? കേട്ടിട്ടുണ്ടോ? ഇമ്പൾസസ് എന്നാ വിളിക്കട്ടാ. ഇമ്പൾസസ്.
മെസ്സേജുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇമ്പൾസസ് എന്നാ. ഓക്കെ, മെസ്സേജുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇമ്പൾസസ് എന്ന. ഓക്കെ, അപ്പോൾ ഒരു ന്യൂറോൺസിൽ നിന്ന് ഇമ്പൾസ് അടുത്തയിലോട്ട് പോകും, ഈ ന്യൂറോൺസിൽ നിന്ന് ഇമ്പൾസുകൾ അടുത്തയിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇമ്പൾസുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് കൈ ഉയർത്താൻ തോന്നി കഴിഞ്ഞ പാടുണ്ട്, തോന്നുന്നതിന് മുന്നേ തന്നെ എന്റെ കൈ ഉയർത്താൻ എനിക്ക് പറ്റുന്നുണ്ട് അല്ലേ? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കുന്നത്. നോക്കി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് നമ്മളൊരാളെ കൊല്ലാൻ വരികയാണ്, നമ്മൾ ഓടൂല്ലേ? അപ്പൊ എത്ര പെട്ടെന്നാണ് ബ്രെയിൻ നമ്മുടെ ശരീരത്തിലോട്ട് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് മെല്ലെ നടക്കുക, അങ്ങനെയല്ല, വളരെ പെട്ടെന്ന്, ഒരു സെക്കൻഡ് പോലും വേണ്ട, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അറിയോ നമ്മുടെ ശരീരത്തിന് മെസ്സേജ് കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഒരു എന്താ പറയാ, ഒറ്റക്ക് നടന്നു പോവുക, രാത്രി ഒറ്റക്ക് നടന്നു പോവുക, ഒരു ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ രാത്രി ഒറ്റക്ക് നടന്നു പോവാണ്. ആ സമയത്ത് മുന്നിലൊരു നായ വന്നു അല്ലേ? ആ നായനെ കണ്ടു കഴിഞ്ഞാൽ നായ നമ്മുടെ നേരക്ക് ഇങ്ങനെ നടക്കുക കടിക്കാൻ വേണ്ടിയിട്ട്, അതൊരു വിഷനായ. നമ്മളെന്താ ചെയ്യുക? ജീവനും കൊണ്ടുപോകും അല്ലേ? അപ്പൊ എത്ര പെട്ടെന്നാണ് നമ്മൾ അതുവരെ റിലാക്സ് ആയിട്ട് നടക്കുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? എന്താ പറയാ, അതുവരെ സ്പീഡില്, അത്രയും സ്പീഡ് പോലും ഇല്ലാത്ത, സ്പീഡിൽ ഓടാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര സ്പീഡിൽ ഓടാൻ ശ്രമിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയമിടിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതൊക്കെ എന്തിന്റെ കാരണം കൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുള്ളൊരു മാറ്റം കാരണം കൊണ്ടാണ് നമ്മുടെ ശരീരം അതിനോട് ഇങ്ങനെ അനുയോജ്യമായിട്ട് ഇങ്ങനെ ഇതായി പോണത്. ഓക്കെ, മക്കള് മനസ്സിലാക്കുക, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ തലച്ചോറിന്റെ അകത്തുനിന്നാണ്. മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് തലച്ചോറിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പാകപ്പെടുത്താൻ അവരെ സഹായിക്കുന്നത് ന്യൂറോൺസുകളാണ്. സോ ന്യൂറോൺസുകൾ എന്ത് ചെയ്യും? മെസ്സേജുകളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോ ഇത് ഫസ്റ്റത്തെ ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഈ ന്യൂറോണാണ് ഇയാൾക്ക് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോണെ ഞാൻ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. ഇനി ഈ ന്യൂറോണാണ് ഈ ന്യൂറോണിന് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ എനിക്കിത് പറയാം, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഈ ഫസ്റ്റത്തെ ന്യൂറോൺ അടുത്ത ന്യൂറോണിന് മെസ്സേജ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. അതവിടെ കിടക്കട്ടെ. എന്താണ് സിനാപ്സ് എന്ന് നോക്കാം. ഇപ്പൊ ഈ ന്യൂറോൺസിൽ നിന്ന് എവിടുന്ന് അറിയാം മെസ്സേജ് വരിക? ഡെൻഡ്രൈറ്റ്സ് വഴി മെസ്സേജുകൾ ഡെൻഡ്രോണിലെത്തി, ഡെൻഡ്രോണിൽ നിന്ന് ആക്സോൺ സെൽ ബോഡിയിലെത്തി, സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസുകൾ ആക്സോൺ വഴി എത്തി, ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ്സിൽ ഇമ്പൾസ് എത്തി, ആക്സോണൈറ്റ്സിൽ നിന്ന് സിനാപ്റ്റിക് നോബിൽ എത്തി. സിനാപ്റ്റിക് നോബിൽ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ന്യൂറോൺ സ്റ്റാർട്ടായി അല്ലേ? ഇവിടെ അടുത്ത ന്യൂറോൺ സ്റ്റാർട്ടായി. ഇതാ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രോൺ, അടുത്ത ന്യൂറോണിന്റെ സെൽ ബോഡി, അടുത്ത ന്യൂറോണിന്റെ ആക്സോൺ, അടുത്ത ന്യൂറോണിന്റെ ആക്സോണൈറ്റ്, അടുത്ത ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ്. ഇനി അടുത്ത ന്യൂറോൺ ഇവിടെ സ്റ്റാർട്ടാവും, പിന്നെ അതിന്റെ അടുത്ത ന്യൂറോൺ ഇവിടെ സ്റ്റാർട്ടാവും. ഇങ്ങനെ ന്യൂറോൺസ് ടു ന്യൂറോൺ എന്താണ് മെസ്സേജുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഈ ന്യൂറോൺസിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് വിളിക്കുന്ന പേരാണ് ഇമ്പൾസുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ നടുവട്ടത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലോട്ട് കടക്കുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. മീൻസ് രണ്ട് ന്യൂറോൺസുകൾ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ. ഈ ജംഗ്ഷന് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. രണ്ട് ന്യൂറോൺസുകളുടെ ഇടയിലുള്ള ജംഗ്ഷന് വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. സോ സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ, ഫങ്ഷണൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, ജംഗ്ഷൻ. ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസുകളുടെ ഇടയിലുള്ള ജംഗ്ഷന് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ഒരു സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് ന്യൂറോൺസ്, ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 2-3 റോഡുകൾ ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ന്യൂറോൺസുകൾ ഉണ്ടാവും.
ഈ രണ്ട് ന്യൂറോൺസുകൾ കൂട്ടിമുട്ടുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്സ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, വാട്ട് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് കോൾഡ്? ദ ആൻസർ ഈസ് സിനാപ്സ്. ഒരു സിനാപ്സിൽ രണ്ട് ന്യൂറോൺസ് അറ്റ്ലീസ്റ്റ് വേണം അല്ലേ? ഒന്ന് പ്രീ സിനാപ്റ്റിക് ന്യൂറോണും ഒന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും. ആരാണോ മെസ്സേജിനെ കൊണ്ടുവരുന്നത്, ആരാണോ ഇമ്പൾസുകളെ കൊണ്ടുവരുന്നത്, അയാളാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ആർക്കാണോ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് കൊടുക്കുന്നത്, മെസ്സേജ് കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ആളെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് എന്ന് പറയുന്നത്. പ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ്, മുൻപ് എന്നാണ്, പ്രീവിയസ് എന്നൊക്കെ നമ്മൾ പറയൂലേ. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം എന്നാണ്, ശേഷം. പ്രീ പോസ്റ്റ്, പ്രീ പോസ്റ്റ്. പ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസുകളാണ് ഇമ്പൾസുകളെ സിനാപ്സ് വഴി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, വെരി വെരി ഗുഡ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കണ്ട, ഇത് നോക്കി, നമ്മുടെ സിനാപ്റ്റിക് നോബ. ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ സാധനല്ലേ ഈ ഉണ്ടമണി, സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന് സൂം ചെയ്തൊരു ഭാഗമാണ് ഇത്, കണ്ട, അതാണ് ഉണ്ട. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെ, എന്താ ഇപ്പൊ ഈ മെസ്സേജ് പോണത്, എങ്ങനെ ഇപ്പൊ തലച്ചോറിന്ന് ശരീരത്തിലോട്ട് എന്ത് സാധനമായിട്ടാണ് ഈ മെസ്സേജ് പോണത്, എന്താണ് ഇപ്പൊ ഈ സിഗ്നല്? ഒന്നുമില്ലടാ. സിഗ്നൽസ് എന്താണെന്നറിയോ? കുറച്ച് കെമിക്കൽസാ. നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ പ്രവർത്തനം നടക്കേണ്ടത് അവിടേക്ക് ഇമ്പൾസുകൾ പോകുന്നത് കെമിക്കൽസിന്റെ രൂപത്തിലാ. കണ്ട, ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബാണ്. അപ്പൊ ഇവര് കുറച്ച് കെമിക്കൽസിനെ അങ്ങോട്ട് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിന് കൊടുക്കും. കണ്ട, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. മീൻസ് ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് പോസ്റ്റിന് കൊടുക്കുകയാണ്, പ്രീ പോസ്റ്റിന് കൊടുക്കുകയാണ് അല്ലേ? അപ്പൊ ഇവരെന്താ ഈ സാധനം കൊടുക്കുന്നത്? എന്താ ഇപ്പൊ ഒരു ഷോക്ക് അടിച്ച പോലെ നടക്കുന്നത് അല്ലേ? നമ്മളിപ്പോ ഷോക്ക് അടിക്കുമ്പോ നമ്മള് എന്തുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്? ഒരുപാട് ചാർജ് നമ്മുടെ ബോഡിയിലോട്ട് കയറുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഷോക്ക് അടിക്കുന്നത്. അതേപോലെ എങ്ങനെ ഇപ്പൊ ഈ മെസ്സേജ് പോണത്? പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിൽ നിന്ന് എന്തോ ഒരു കെമിക്കൽസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിൽ എത്തുന്നുണ്ട്. ആ കെമിക്കൽസ് കണ്ട, ഈ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, കുറെ കോഴിമുട്ട പോലത്തെ കുറെ സ്ട്രക്ചേഴ്സ് അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോൺസിന്റെ അകത്ത് കാണപ്പെടുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിന്റെ അകത്തോട്ട് കിടക്കുന്നത്. കണ്ട, ഇതിൽ നിന്ന് ഇപ്പുറത്തോട്ട് കിടക്കുന്ന ആൾക്കാരുടെ പേരെന്താ? ഇവരുടെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കണ്ട നിങ്ങള്, ഇത് സിനാപ്റ്റിക് നോബ, ഈ വലിയ സാധനം, ഇതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കിച്ചണില് നമ്മളെല്ലാ സാധനവും കിച്ചണിൽ വാരിടില്ലല്ലോ. ആവശ്യമില്ലാത്ത സാധനം, പിന്നീട് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുമല്ലോ. അങ്ങനെ ആവശ്യമില്ലാത്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ, പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിനാപ്റ്റിക് നോബിന്റെ അകത്തുള്ള സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് ഇവർ സ്റ്റോർ ചെയ്യും. കണ്ട, സിനാപ്റ്റിക് വെസിക്കിൾസ് ആ, കണ്ട, സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇത് വലിയ സാധനമാണ്, ഇതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്താണ് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണുന്നത്. ഇത് സിനാപ്റ്റിക് വെസിക്കിളാ. ഇതൊക്കെ സിനാപ്റ്റിക് വെസിക്കിൾസ് ആ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് കാണപ്പെടുന്ന ഈ ചെറിയ സ്ട്രക്ചേഴ്സ് ഇല്ലേ, ഇതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് മെസ്സേജുകളായിട്ട് അടുത്ത ന്യൂറോൺസിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോ മെസ്സേജ് പോണോ, അപ്പൊ നമ്മൾ ഉറങ്ങണ സമയത്തൊന്നും പ്രത്യേകിച്ച് വലിയ മെസ്സേജ് ഒന്നും പാസ് ചെയ്യില്ല അല്ലേ? ഉണർവൊന്നും ഇരിക്കണ സമയത്തൊക്കെ സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് നിന്ന് ഇതാണ് പൊട്ടിച്ചിട്ട് ഈ സിനാപ്റ്റിക് വെസിക്കിൾ അങ്ങോട്ട് ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ അകത്തുനിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ന്യൂറോൺസിന്റെ അകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ രൂപത്തിലാണ് മെസ്സേജുകൾ പോകുന്നത്. മെസ്സേജുകൾ നമ്മൾ ഇമ്പൾസ് എന്ന് പറയും. ഇമ്പൾസുകൾ എന്തിന്റെ രൂപത്തിലാണ് പോണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ രൂപത്താണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ന്യൂറോൺസിലോട്ട് എത്തും. കണ്ട,
ഇതിനകത്ത് ഇതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടാവും. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡെൻഡ്രൈറ്റ്സിലോട്ട് പോകും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നേരെ അങ്ങോട്ട് പോകും, അടുത്ത സിനാപ്റ്റിക് നോബിലോട്ട് പോകും. എന്നിട്ട് സിനാപ്റ്റിക് വെസിക്കിളിനകത്ത് സ്റ്റോർ ചെയ്യും. സിനാപ്റ്റിക് വെസിക്കിൾ പൊട്ടിയിട്ട് വീണ്ടും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്തതിലോട്ട് പോകും. ശരിക്കും പൊട്ടല്ല കേട്ടാ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്തിന്റെ രൂപത്തിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തിന്റെ രൂപത്തിലാണ് ഇമ്പൾസുകൾ പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാ. നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചേ, ന്യൂറോ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ട്രാൻസ്മിറ്റർ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇപ്പൊ കുറെ ചോദ്യപേപ്പറൊക്കെ ചോർന്നില്ലേ കുട്ടികളുടെ നീറ്റ് എക്സാംസിനൊക്കെ. അപ്പൊ അവര് കൂടുതൽ കുറെ പേര് എക്സാംസിന്റെ സമയത്ത്, പണ്ടൊക്കെ ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് നീറ്റല്ലായിരുന്നു, അന്ന് AIPMT ആയിരുന്നു. ആ സമയത്ത് കുട്ടികൾ ട്രൗസറിന്റെ ഉള്ളിലൊക്കെ ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ട്രാൻസ്മിറ്ററിന്റെ പ്രത്യേകത എന്താ? കാര്യങ്ങള് ചോർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യണത് അല്ലേ? ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും. ഒരു ന്യൂറോൺസിൽ നിന്ന് മറ്റൊരു ന്യൂറോൺസിലോട്ട് കാര്യങ്ങൾ കടത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ന്യൂറോൺസിനകത്താണ് ഈ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. സോ ദേ ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മനസ്സിലായോ? സോ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, the chemicals which are released at the synaptic junction. സിനാപ്റ്റിക് ജംഗ്ഷനിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽസിന് പറയുന്ന പേരെന്താ? എന്താ പേര്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വെരി ഗുഡ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? ഈ കെമിക്കൽസിന് പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കാര്യം കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ടോപ്പിക്കാണ്. ഇപ്പൊ ന്യൂറോൺസിന്റെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം, മനുഷ്യന്റെ നാഡീവ്യവസ്ഥ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും. നമുക്കതൊന്ന് ഫ്രഷപ്പ് ആക്കി എടുക്കാം. ഓക്കെ, ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തില് അല്ലെങ്കിൽ മനുഷ്യന്റെ നാഡീവ്യവസ്ഥ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ 2 മെയിൻ ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗമാണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 ആളുകളാണ് ഉള്ളത്. ആരറിയോ? ഒന്ന് നമ്മുടെ തലച്ചോറ്, കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ബോഡിനെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പവറുള്ള ആളാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾ ആരായിരിക്കും? ആർക്ക് പറയാം? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലുള്ള രണ്ടാമത്തെ ഭാഗം ആരാണ്? ഹലോ, അതേ മക്കളെ, അറിയില്ല. പേടിക്കാൻ. ഹാർട്ടാണോ? അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്പൈനൽ കോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പൈനൽ കോഡ്, സുഷുമ്ന എന്ന് കേട്ടിട്ടുണ്ടോ? സുഷുമ്ന. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ട, ഇതാണ് നമ്മുടെ തലച്ചോറ് അല്ലേ? നമ്മുടെ തലയോട്ടിയുടെ അകത്താണ് തലച്ചോറ് ഇരിക്കുന്നത്. ഈ തലച്ചോറിന്റെ ഏറ്റവും പിൻഭാഗമുണ്ട്. ഈ പിൻഭാഗം ഇങ്ങനെ എന്താ പറയാ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. നട്ടെല്ലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഈ തലച്ചോറിന്റെ എക്സ്റ്റെൻഡഡ്, ഇപ്പൊ നമ്മളൊരു എക്സ്റ്റൻഷൻ കേബിൾ ഇല്ലേ, അതേപോലെ നമ്മുടെ ബ്രെയിനിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ സ്പൈനൽ കോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
സ്പൈനൽ കോഡിന്റെ ആദ്യം ബ്രെയിനിന്റെ പ്രത്യേകത പഠിക്കാം, എന്നിട്ട് ഞാൻ സ്പൈനൽ കോഡിനെ കുറിച്ച് പറയാം. ഇപ്പൊ തന്നെ ഞാൻ എല്ലാം കൂടി പറഞ്ഞ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറിന്റെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ആണ് ആര്? സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആർക്കുണ്ട്? സ്പൈനൽ കോഡിനുണ്ട്. ഈ രണ്ട് സാധനങ്ങളാണ്, ഈ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ആരിലുള്ളത്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് പ്രധാന ഘടകമാണ് ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, ഇനി ബ്രെയിനിൽ നിന്ന് വരുന്ന കുറേ ന്യൂറോൺസുകളുണ്ട്, സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന കുറേ ന്യൂറോൺസുകളുണ്ട്. ഇപ്പൊ ബ്രെയിനിൽ നിന്ന് വരുന്ന ന്യൂറോൺസും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ന്യൂറോൺസുകളും ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ളത്. രണ്ടാമത്തെ നെർവസ് സിസ്റ്റം ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കണ്ട? ഓക്കെ, ബ്രെയിനും സ്പൈനൽ കോഡും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റം ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ബാക്കിൽ നിന്ന് സഹായിക്കുക. ഓക്കെ, അപ്പൊ ബ്രെയിനും സ്പൈനൽ കോഡും, ബ്രെയിനിലും സ്പൈനൽ കോഡിനെയും സൈഡിൽ നിന്ന് സഹായിക്കുന്ന നെർവസ് സിസ്റ്റം ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് രണ്ടാൾക്കാരാണ്. ഒന്ന് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റവും. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റവും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ബ്രെയിനിന്റെ കാര്യങ്ങൾ നോക്കാം. ഇത് ഞാൻ പറഞ്ഞുതരാം. പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്താ ഇപ്പൊ സംഭവം, അത് എന്താണെന്ന് ആലോചിച്ചിട്ടൊന്നും പേടിക്കണ്ട കേട്ടാ. വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ട് പഠിക്കാം. നമുക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നല്ലപോലെ പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തില് രണ്ട് മെയിൻ ഭാഗങ്ങളാണുള്ളത്, ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പൊ നോക്കിയേ, നിങ്ങളുടെ NAOSന്റെ ഒരു ക്വസ്റ്റ്യനാ, നെയിം ദ 2 ഡിവിഷൻസ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാ? നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? സെൻട്രലും ആ, പെരിഫറൽ. പെരിഫറൽ. വെരി ഗുഡ്. ഓക്കെ, 2 മാർക്കിന്റെ ചോദ്യം. ആ 2 മാർക്ക് കിട്ടിയില്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളത് ആരൊക്കെയാ? ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിനും സ്പൈനൽ കോഡും ഈ നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും പ്രോസസ് ചെയ്യുന്നത് ആരാ? ബ്രെയിൻ ആണ്. ഇപ്പൊ ഞാനൊരു സാധനം കാണുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇമേജ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കാണുകയാണ്. ഇപ്പൊ ഞാൻ ഇസ്സത്തിനെ കണ്ടു. ഞാൻ നടന്നു പോണ സമയത്ത് ഇസ്സത്തിനെ കണ്ടു. ഇസ്സത്തിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. പക്ഷെ അത് ഇസ്സത്താണ് എന്ന് എൻ്റെ കണ്ണിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? തലച്ചോറ. ഓക്കെ, കണ്ടോണ്ടായില്ല. ഒരാളെ ഞാൻ കണ്ടോണ്ട് അയാൾ ആരാന്ന് മനസ്സിലാവില്ല. ആ കാണുന്ന കാഴ്ചയെ പ്രോസസ് ചെയ്യുന്നത് ആരാ? ബ്രെയിനാണ്. മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട്. മണം എൻ്റെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മൂക്കിൽ നിന്നുള്ള ആ മണത്തിന്റെ ആ സിഗ്നൽസ് നേരെ ബ്രെയിനിലോട്ട് പോവുക. അപ്പൊ എനിക്ക് മനസ്സിലാക്കി തരികയാണ് ആ ബ്രെയിൻ എന്താണ് ഈ ഇൻഫോർമേഷൻസ്, ഈ വരുന്ന മണം ബിരിയാണിയുടെ മണമാണ് എന്ന് ആരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? തലച്ചോറാണ്. അല്ലെങ്കിൽ എന്താണ്ടാവുക, നിങ്ങൾ ആ കണ്ടിട്ടുണ്ട്, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികള്, അവരുടെ ബ്രെയിന് ശരിക്കും പ്രോസസ് ചെയ്യില്ല. അപ്പോൾ അവർ സാധനങ്ങൾ കാണുന്നുണ്ട്, സ്മെല് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ബ്രെയിന് പ്രോസസ് ചെയ്യാത്ത കാരണം കൊണ്ട് അവർക്കത് മനസ്സിലാവണില്ല. ക്ലിയർ ആയോ? ഇപ്പൊ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് സിഗ്നൽസിനെ പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. ഓക്കെ, ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ? തലച്ചോറിൽ നിന്നും വരുന്ന നാഡികൾ, സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന നാഡികൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് 2 ന്യൂറോൺസുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഞാനൊരു പാത്രം തൊടാൻ പോവാണ്, ഒരു ചൂട് പാത്രം. അപ്പൊ എനിക്കത് ചൂട് പാത്രം അറിയില്ല കേട്ടാ. ഞാനത് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര ചൂടുള്ളൊരു സാധനമാണ്.
കാരണം എൻ്റെ കൈക്ക് മനസ്സിലായി അത് ചൂടുള്ള ഒരു സാധനമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ തലച്ചോറാണ് അല്ലേ? പക്ഷെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ നോക്കിയേ, ചൂടുള്ള ഒരു സാധനം, ഇപ്പൊ ഒരു ചൂടുള്ള ഒരു വസ്തു ഞാൻ തൊട്ട്, ആ മെസ്സേജ് എൻ്റെ ബ്രെയിനിൽ എത്തുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കും. അപ്പത്തിന് എൻ്റെ കൈ അവിടെ കരിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എല്ലാ മെസ്സേജുകളും തലച്ചോറല്ല പ്രോസസ് ചെയ്യണത്. ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തുന്നതിന് മുന്നേ ആരത് പ്രോസസ് ചെയ്യും? നമ്മുടെ സ്പൈനൽ കോഡ് പ്രോസസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കരുത് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിന് മാത്രമാണ്. ഈ ബ്രെയിനിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അവയവമാണല്ലോ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് കുറെ പവർ ഉണ്ട്. സ്പൈനൽ കോഡ് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇപ്പൊ നമ്മുടെ വീട് കത്തുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചൂടുള്ള വസ്തു നിങ്ങൾ തൊട്ട്, അല്ലെങ്കിൽ കൈമ പെട്ടെന്നൊരു മുറിവ്, അല്ലെങ്കിൽ എന്തൊരു അപകടം, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യും? ബ്രെയിനിനോട്ട് അധികം പണി കൊടുക്കില്ല. അതിന് മുന്നേ തന്നെ സ്പൈനൽ കോഡ് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചൂടുള്ള വസ്തു തൊട്ട്, എൻ്റെ സ്കിന്നിൽ ഒരു ചൂടുള്ള വസ്തു തൊട്ട്, അപ്പൊ എൻ്റെ സ്കിന്നിന്റെ മുകളിലൊക്കെ ഒരുപാട് എന്തുണ്ട്? ന്യൂറോൺസുകൾ ഉണ്ട്. ആ ന്യൂറോൺസുകളെ എഫറന്റ് ന്യൂറോൺസ് എന്നാ പറയുക. അപ്പൊ സ്കിന്നിൽ നിന്ന് മെസ്സേജുകൾ നേരെ കണ്ടുപോകും എഫറന്റ് ന്യൂറോൺസുകൾ വഴി, അല്ലെങ്കിൽ എഫറന്റ് നെർവുകൾ വഴി സ്പൈനൽ കോഡിലെത്തും. അപ്പൊ സ്പൈനൽ കോഡ് വേഗം അങ്ങോട്ട് പ്രോസസ് ചെയ്യും. എടാ, നല്ല ചൂടുള്ള സാധനമാണ്, ഈ കൈ അവിടെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് നിന്റെ കൈ പൊള്ളിപ്പോവും. അപ്പൊ സ്പൈനൽ കോഡ് തിരിച്ച് മെസ്സേജിനെ പ്രോസസ് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഏത്? ഇഫറന്റ് ന്യൂറോൺസ് വഴി ആർക്ക് മെസ്സേജ് കൊടുക്കും? മസിൽസിന് മെസ്സേജ് കൊടുക്കും, വേഗം കൈ വലിച്ചു എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ സാധനം തൊടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്? അത് ചൂടുണ്ടോ ചൂടില്ലേന്ന്. ആ ചൂടുണ്ടോ ചൂടില്ലേന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് അത് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ തിരിച്ച് കൈക്ക് മെസ്സേജ് കൊടുക്കും സ്പൈനൽ കോഡ്, ചൂടുണ്ട് തിരിച്ചെടുത്തോ. ആ തിരിച്ചെടുക്കല് എന്ന് പറയുന്നത് മറ്റൊരു ന്യൂറോൺസ് ആണ് അവിടെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു കാര്യവും ഏതൊരു മെസ്സേജുകളെയും നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട്, ഇവിടെ സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുവരുന്ന ആളുകളെയാണ് എഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുക. അപ്പൊ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് മനസ്സിലായി, ഇത് ചൂടുണ്ട്, കൈ തിരിച്ചെടുത്തോ. തിരിച്ച് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ തിരിച്ചൊരു റെസ്പോൺസ് ഉണ്ടാവണം. അപ്പൊ ആ തിരിച്ചൊരു റെസ്പോൺസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ന്യൂറോൺസുകളെയാണ് ഇഫറന്റ് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ ഇഫറന്റ് ഫൈബേഴ്സ്, അല്ലെങ്കിൽ ഇഫറന്റ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് മെയിൻ നെർവ് ഫൈബറുകൾ ഉണ്ട്. എഫറന്റ് ഉണ്ട്, ഇഫറന്റ് ഉണ്ട്. എഫറന്റ് എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ട് മെസ്സേജ് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ച് മെസ്സേജുകളെ പിൻവലിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് മസിൽസിലോട്ട് എത്തിയിട്ട് നമ്മുടെ കൈ പിൻവലിക്കാൻ സഹായിക്കുന്ന, കൈ മാത്രമല്ല ഇട്ട, അപ്പൊ കാലുമ്മ ചൂടുവെള്ളം തട്ടിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്ത് ചൂടുള്ള വസ്തു, അല്ലെങ്കിൽ എന്തൊരു അപകട സിറ്റുവേഷൻസിലും ആ സ്പൈനൽ കോഡാണ് കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നത്. ആ സ്പൈനൽ കോഡിലോട്ട് മെസ്സേജ് എത്തിക്കുന്നതും പ്രോസസ് ചെയ്ത മെസ്സേജുകൾ സ്പൈനൽ കോഡ് തിരിച്ചു കൊണ്ടുപോകുന്നതും രണ്ട് നെർവ്സ് വഴിയാണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ. ടിഷ്യൂസിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നത് എഫറന്റ് നെർവ് ഫൈബേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ടിഷ്യൂസിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് ഇഫറന്റ് നെർവ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ മക്കൾ മനസ്സിലാക്കുക, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് മെയിൻ ഭാഗങ്ങളുണ്ട്. എഫറന്റ് ഫൈബേഴ്സും ഉണ്ട്, ഇഫറന്റ് ഫൈബേഴ്സും ഉണ്ട്. എഫറന്റ് ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഇമ്പൾസുകളെ ടിഷ്യൂസുകളിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകും. സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ടുള്ള സ്പൈനൽ കോഡ് അത് പ്രോസസ് ചെയ്തിട്ട് തിരിച്ചൊരു റെസ്പോൺസ് ആർക്ക് കൊടുക്കും? മസിൽസിന് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? ഞാൻ ഒരുപാട് എടുത്തോ? മനസ്സിലായി. ഓക്കെ, ഇന്ന് ഇത്ര മതിയോ? ഹലോ, ഓക്കെ ആണോ? ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിക്കുക എൻ്റെ അടുത്ത്. ഈ സെയിം ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കട്ടോ. ഓക്കെ, അടുത്തത് ഉടനെ തന്നെ, നാളെ തന്നെ ഞാൻ അടുത്ത ക്ലാസ് വെക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പോർഷൻസ് തീർക്കാം. ഓക്കെ, ഓക്കെ ആണോ? എന്തെങ്കിലും ഓക്കെ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.
ഓക്കേടാ. അപ്പൊ ശരി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടാ ക്ലാസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേടാ. ഓക്കെ. ഓക്കേടാ. ശരി.